ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന, അതല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്തൊക്കെ നല്ല കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിഫ്രഷിങ് കിട്ടുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 6 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുള്ള 6 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക്, നമ്മുടെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടുന്ന മിക്സിയുടെ ജാറാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് നല്ല തണുത്ത പാലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 750 ml മിൽക്കാണ്. അതിൽ പകുതിയോളം പാല് ഈ ഒരു സമയത്ത് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പാല് കൂടി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല പഴുത്ത പഴക്കമാകുമ്പോൾ നല്ല മധുരം കാണും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടുണ്ടെന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒട്ടും തന്നെ കഷ്ണങ്ങളില്ലാതെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതൊരു ഭാഗത്ത് ഞാൻ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സബ്ജ സീഡ് ഒന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം സബ്ജ സീഡ് ഞാനിവിടെ കുതിർത്ത് വെക്കുന്നുണ്ട് കുറച്ച് വെള്ളത്തിൽ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് കുതിർന്ന് കിട്ടും. ഇതൊരു ഭാഗത്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പാലിൻ്റെയും അതുപോലെ തന്നെ ചെറുപഴത്തിൻ്റെയും ആ ഒരു കൂട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വളരെ കുറച്ച് പാല് ചേർത്ത് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു പിസ്തയുടെ ഈ ഒരു ഡ്രോപ്പാണ്. ഇത് നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ബേക്കറികളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു 2-3 ഡ്രോപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പിസ്തയുടെ ആ ഒരു കുത്തലായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2-3 ഡ്രോപ്പ് മാത്രം മതിയാകും. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാല് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുറച്ച് തിക്കായിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഷേക്കിൻ്റെ ലുക്കിൽ കുടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ അടിച്ചെടുക്കാം. അതല്ല കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് പാല് ചേർത്തിട്ട് അത് നീട്ടിയെടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അനാറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അനാറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാനും നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണിത്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ല റിഫ്രഷിങ് കിട്ടുന്ന ഒരു ഡ്രിങ്ക് ആണ്. നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ട് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്